വിശ്വാസത്തിൽ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി ഡീപ്പായിട്ട് കർത്താവ് വരാൻ പറഞ്ഞു. നമുക്ക് യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യം ആദ്യം വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് പോകണം. എന്തായാലും അതൊന്ന് വായിച്ചേക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ഇതെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. വേദപുസ്തകം അടയാളപ്പെടുത്തി വിശ്വാസം ഇത് അറിയില്ല എന്ന് പറയുന്നത്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ നിങ്ങൾ വിവിധ പരീക്ഷകൾ, 1-2 പരീക്ഷകൾ, ഒരു പരീക്ഷ വിവിധ തരത്തിലുള്ള പരീക്ഷ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഓക്കെ, അത് രോഗത്തിന്റെ പരീക്ഷണം ആയിക്കോട്ടെ, ഒരു കടബാധ്യത ആയിക്കോട്ടെ, ഒരു പ്രശ്നം, കുടുംബത്തിന്റെ ഒരു സാഹചര്യം, ഒരു വഴക്കിടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായ്മ, ഹല്ലേലൂയ, അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾ ഈ വചനം മറക്കരുത്. അവിടെ പറഞ്ഞു ശ്രദ്ധിച്ചോണം. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, നോക്കിക്കേ, അപ്പൊ വിശ്വാസി പരീക്ഷയിൽ അകപ്പെടില്ല എന്നാണോ പറഞ്ഞത്? അകപ്പെടും. പല പരീക്ഷകളിലും അകപ്പെടുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. എന്നൊക്കെ കർത്താവ് വചനം പറയുന്നുണ്ട്, നിനക്ക് താങ്ങാൻ പറ്റാത്തതായിട്ട് യാതൊരു പരീക്ഷകളിലൂടെ നിന്റെ ദൈവം വിടില്ല. അല്ല, ദൈവം ഒരു പരീക്ഷകൾ പോലും നിനക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അയക്കത്തില്ല. നിന്റെ അനുസരണയുടെ മൂലമാണ് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള പരീക്ഷകളിലേക്ക് കടന്നു പോകുന്നത്. നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുവാണ്. ഈ ഒരു പരീക്ഷണം കടന്നു പോകുമ്പോ നിന്റെ വിശ്വാസത്തെ ചോദ്യചിഹ്നമായിട്ട് മാറുവാണ്. നോക്കിക്കേ, നിങ്ങൾ പറയുന്നത് ഞാൻ ഞായറാഴ്ച പ്രവർത്തിക്കുന്നുണ്ട്, ശനിയാഴ്ച പ്രവർത്തിക്കുന്നു, വീട്ടിൽ മുട്ടുമടക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ നീ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? വിശ്വാസത്താൽ ഹാൻഡിൽ ചെയ്യുമോ അതോ പതറിപ്പോവും? മറ്റുള്ള ലോകത്തിലുള്ള അവിശ്വാസികൾ ചിന്തിക്കുന്നവര് അയ്യോ അവർക്കും പ്രശ്നം, എനിക്കും പ്രശ്നം. ദൈവത്തിന് പറയുന്നത് നോക്കിക്കാൻ എന്താ പറയുന്നത് അവിടെ? എന്താ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, സ്ഥിരത. ഒരു വാക്കുണ്ട്, സ്ഥിരത. സ്ഥിരത, അത് വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരപ്പെട്ടവരാണോ എന്ന് ആ പരീക്ഷണ ഘട്ടത്തിൽ ഉളവായി വരും. ഈ ക്രിസ്തുവിനുള്ളവരാണോ അതോ ലോകത്തിന് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി വിശ്വാസത്തിൽ വന്നതാണോ എന്നുള്ളത് ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പുറത്തേക്ക് വരും. ചിലവരൊക്കെ സ്വഭാവം അല്ലെങ്കിൽ എന്താ, കാലിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബസ്സിലൊക്കെ കയറുമ്പോൾ ചവിട്ടി കിട്ടിയതാണ്. ബസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആരെങ്കിലും വന്ന് കാലിക്ക് ചവിട്ടി കിട്ടില്ല, നല്ല ഹൈക്കിലുള്ള കൂട്ടൊക്കെ ഇട്ടൊന്ന് ചവിട്ടി കിട്ടുമ്പോൾ തന്നെ ചിലപ്പോ ഉള്ളി കിടക്കുന്നത് പുറത്തേക്ക് വരും. ശരീരം തോന്നു കഴിഞ്ഞാൽ ചിലവര് വിധം മാറും. ശരിക്കുള്ള വിശ്വാസത്തിൽ നമ്മൾ പുറത്തേക്ക് വരും. ചിലവർ പിന്നെ കറക്റ്റ് സ്വഭാവം വണ്ടി പഠിക്കണം. ട്രാഫിക് പോകുമ്പോൾ അറിയാം, ചിലവന്മാർക്ക് വട്ടം ചാടാൻ പോകണം. ഇതിപ്പോ ആരെങ്കിലും ഓക്കെ വട്ടം ചാടിയില്ലെങ്കിലും ഒന്നും ചെറിയൊരു ബ്ലോക്ക് വന്നാൽ അപ്പം തന്നെ തീർക്കാൻ മനസ്സിലാകുന്നുണ്ടോ? എന്താണെന്ന് ഇന്ത്യയുടെ ഉള്ളിൽ ഇരിക്കുന്നത് അത് പതിയെ പതിയെ പുറത്തേക്ക് വരും. കാരണം ഇതിലെ വെമ്പുമാണ് പുറത്തേക്ക് വരാനുള്ളത്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ചിന്തകളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ, ഒരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോ വിശ്വാസമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. ഞാനിത് ഫുൾഫിൽ ചെയ്ത, ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് അപ്പുറത്ത് ചെന്നു. ഈ പ്രശ്നം തരണം ചെയ്ത് ദൈവം എന്നെ അപ്പുറത്ത് കൊണ്ടുവരും. ഇത് ഒരു എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഇത് സാഹചര്യം മാത്രം, താൽക്കാലികമായ ചെറിയൊരു സിറ്റുവേഷൻ മാത്രം. അതിനെ അപ്പുറത്തേക്ക് ദൈവം എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്തിൽ മാത്രമേ പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. അവിടെയാണ് നിന്റെ വിശ്വാസത്തിൽ സ്ഥിരത, വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്നത്. വായിച്ചുകൊണ്ടത് അവിടെ പറയുവാണ്, വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അറിയുന്നുണ്ടോ? വായിച്ചു നിങ്ങളുടെ വിശ്വാസം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്
ശേഷം സന്തോഷത്തിൽ നിന്നു. എങ്ങനെയാണ്? ഒരു പരീക്ഷണം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം കേട്ടോ. ഇന്നൊരു രോഗത്തിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ, ഇന്നൊരു മനസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ, ഇന്നൊരു ഞെരുക്കത്തിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ, ഇന്നൊരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിൽ, ഇന്നൊരു കടബാധയിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ, വീട്ടിൽ പ്രശ്നമാണ് ബ്രദറെ, അയ്യോ വീട്ടില് ഒരു സമാധാനമില്ല, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറക്കം കിട്ടുന്നില്ല, എന്നോട് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഉറക്കം കിട്ടുന്നില്ല ചിലവർക്ക്. ഹല്ലേലൂയ. ബ്രദറെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മോന്റെ കള്ളുകൂടി നിർത്താൻ പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ഒരു അമ്മച്ചി പറയുന്നു, മോൻ വന്നിട്ട് കുടിച്ചിട്ട് അമ്മച്ചിക്ക് ഉപദ്രവിക്കാം. ബോധം പോയിട്ട് അമ്മ ആരാണ് പെങ്ങൾ ആരാണെന്ന് ഒന്നും അറിയില്ല, കൈവൊക്കെ അടിക്കുക. ഒരു കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോ ആവശ്യമില്ല അവർക്ക്. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ കാണുള്ളൂ. ഞാൻ കടന്നു പോകുന്ന പ്രശ്നം എന്തോ വലിയ പ്രശ്നമൊന്നും. ഓക്കെ, നീ ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ അപ്പുറത്തേക്ക്, നിന്നെ അതിന്റെ അപ്പുറത്ത് ദൈവം കൊണ്ടുവന്നത്. നീ തിരിഞ്ഞു നോക്കിയിട്ടോ, ഇത് ഞാൻ കടന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ സ്വയംല്ല, എന്റെ കർത്താവ് പൊക്കി ഇപ്പുറത്തോടെ വെച്ചത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വചനം പറഞ്ഞ പോലെ നോക്കിയേ, ശേഷം സന്തോഷം എന്നാൽ നിങ്ങൾക്ക് ഒന്നിലും കുറവില്ലാതെ. എന്നാലാണ് നിങ്ങൾക്ക് ഒന്നിലും കുറവില്ലാതെ. എന്താണ്? ഒന്നിലും കുറവില്ല. ഒരു കുറവും നിങ്ങൾക്ക് വരത്തില്ല. ഒന്നിനും ഒരു കുറവ് ദൈവം വരത്തില്ല. ഇന്നൊരു കുറവുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ ഒരു കുറവില്ലാത്ത വിധത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നൊരു കുറവിൽ പറയാനറിയോ? ഇന്നൊരു ഭക്ഷണം ഇല്ലെങ്കിൽ പോലും, ഇന്നൊരു പൈസ ഇല്ലെങ്കിൽ പോലും, എന്തിനാണെന്നറിയോ? നാളെ ആ കുറവ് നിനക്ക് കാണരുത്. അല്ലെ? ഇന്ന് കണ്ട മിശ്രമേരെ ഇനി നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാ ഈ പ്രശ്നം വെച്ചേക്കണെന്നറിയോ? ഇതിനു മുമ്പില് ഈ പ്രയാസം വെച്ചേക്കണെന്നറിയോ? ഈ രോഗത്തിന്റെ കടന്നു പോണെന്നറിയോ? ഈ ബഹളത്തിന് പോണെന്നറിയോ? നാളെ നീ സമാധാനത്തിലിരിക്കാൻ, നിനക്ക് വിശ്വാസം, നിന്റെ സാക്ഷ്യം നീ പറയും. നിന്റെ എതിർപ്പുകളൊക്കെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച് അവിടെ മുഴുവനായിട്ട്, കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ടാകട്ടെ. ഓക്കേ, സ്ഥിരത വേണമെങ്കിൽ അതിനൊരു പ്രവൃത്തിയുണ്ട്. എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി. വചനം പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തി കൂടാതെയാണോ? അല്ല, പ്രവൃത്തി കാണണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി കാണണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം. ഹല്ലേലൂയ. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം. പ്രാർത്ഥന ചോദിക്കാൻ മടി കാണിക്കണ്ട, ഒരു നാണക്കേടും വിചാരിക്കണ്ട. ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥന ചോദിക്കാം, അതിലൊരു കുറവും വിചാരിക്കണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ. കർത്താവ് ആത്മാവിൽ വചനം തന്നു. എന്നാൽ അതിന്റെ പോയിന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21:3 മുതൽ 14 വരെയുള്ള വാക്യം ജസ്റ്റ് അതൊന്ന് വായിക്കാം. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. അതൊന്ന് വായിക്കാം. അതൊന്ന് വായിക്കാമോ? സിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടം കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ വീണു. യേശു ആകുന്ന ശിഷ്യന്മാർ പറഞ്ഞു. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ഉത്തരം. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശി, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് സിമോൻ പത്രോസ് കേട്ടിട്ട് താൻ മറ്റൊരാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തനായികയാകയാണ്. മീൻ നിറഞ്ഞ വല രക്ഷപ്പെട്ട് ചെറിയ പടകിൽ.
കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്റെ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ കിടന്ന വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നെങ്കിൽ വല കീഴേക്ക്. യേശു അവരോട്, വന്ന് പ്രാർത്ഥന കഴിച്ചുകൊണ്ട് പറഞ്ഞു. കർത്താവാകുന്നു അറിഞ്ഞിട്ട് ശിഷ്യന്മാരെ നോക്കി, നീ ആകുമെന്ന് അവരോട് ചോദിപ്പാൻ തുടങ്ങി. യേശു വന്ന് അപ്പനെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അതുപോലെ. യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. വാക്യങ്ങള് കർത്താവിനോട് ചേർത്ത് വായിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിനൊരു 5 പോയിന്റ്സ് ഹല്ലേലൂയ കർത്താവ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ബ്ലെസ് ബി ദി നെയിം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതില് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21ന്റെ 3 നമ്മൾ വായിച്ചു. മൂന്നാമത്തെ വാക്യം വായിച്ചു. ആദ്യത്തെ പോയിന്റ് കണക്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ വാക്യം വായിക്കാമോ? ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. അതായത് അതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് യേശു ഇല്ലാത്തത് വലിയ ശൂന്യതയാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് യേശു ഇല്ല എങ്കിൽ അത് വലിയൊരു ശൂന്യതയാണ്. ബിഗ് സീറോ എന്ന് പറയുന്നത്. അതുപോലെ യേശു ഇല്ലാതിരിക്കുന്നത് വലിയ കുറവെന്ന് പറഞ്ഞാൽ വലിയ കുറവ് തന്നെ. അത് നീ ഉപവസിക്കുവാണെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിലും ആരാധിക്കുവാണെങ്കിലും ഹല്ലേലൂയ, നീ കുടുംബത്തോടൊപ്പം ഹല്ലേലൂയ ഒന്ന് എന്താ പറയാ സന്തോഷത്തോടെ ഇരിക്കുവാണെങ്കിൽ പോലും അതിന്റെ നടുവിലും ആര് വേണം? യേശു വേണം. യോഹന്നാന്റെ സുവിശേഷം 15:5 പറയുന്നുണ്ടല്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സന്തോഷിക്കണമെങ്കിലും യേശു വേണം. അപ്പൊ ശൂന്യത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ബുദ്ധിയിലേക്ക് വരുന്ന കാര്യം ഇല്ലായ്മയാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലായ്മയാണ്. എന്തോ ഒന്നില്ല, എന്തോ പ്രതീക്ഷിക്കുന്നത്, എന്തോ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തോ മിസ്സിംഗ് ആണ്. അതാണ് ശൂന്യത. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കേ, ശിഷ്യന്മാര് യേശുവിന്റെ ഹല്ലേലൂയ ബ്ലെസ് ബി ദി നെയിം ഹല്ലേലൂയ സാന്നിധ്യം ഇല്ലാതിരിക്കെ പത്രോസ് പറയുവാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പത്രോസ് എന്താ പറയുന്നത്? ഞാൻ അവിടെ പോകുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്താ പത്രോസ് പറഞ്ഞത്? ഞാൻ വീട്ടിലേക്ക് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നൊന്ന് വായിച്ചു. 3 വായിച്ചു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. ശ്രദ്ധിച്ചു, ആ വാക്യം പൂർണ്ണമായത് ഇങ്ങനെയാണ്. ആ രാത്രി അവര് ഒന്നും പിടിച്ചില്ല. പത്രോസ് എന്തെന്ന് പറഞ്ഞാൽ പോയത്? ഞാൻ പിടിക്കാൻ പോവാം. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ പോയി. ഞാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതിനാ എന്ന് പറഞ്ഞ് പോയി. പക്ഷെ അവിടെ സംഭവിച്ചെന്താ? അവർക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്നും പിടിക്കാൻ സാധിച്ചില്ല. യാതൊന്നും അവർക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ. കാരണം അവര് ആ രാത്രി പ്രതീക്ഷയോടെയാണ് കടൽക്കരയിലേക്ക് അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോയതെങ്കിലും അവർക്കൊന്നും പിടിക്കാനോ അവർക്കൊന്നും ലഭിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ആലോചിച്ചോക്കെ, അവിടെ എന്തോ മിസ്സിംഗ് ഉണ്ട്. നമ്മൾ ഈ സിറ്റുവേഷൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോ അവിടെ എന്തോ ഒരു മിസ്സിംഗ്, വലിയൊരു മിസ്സിംഗ് കാണുന്നു. ഹല്ലേലൂയ. ബ്ലെസ് ബി ദി നെയിം. നമുക്ക് സാംസ് 127ന്റെ 1-2 വാക്യം വായിക്കാമോ? നമുക്കറിയാവുന്ന വാക്യമാണത്. ഹല്ലേലൂയ. യേശു ഇല്ലാത്തത് വലിയൊരു ശൂന്യതയാണ്. ആ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? പത്രോസ്. പത്രോസിനെ അറിയാം എവിടെയൊക്കെ വലയിടണം, എവിടെയൊക്കെ ചൂണ്ടലിട്ട മീൻ കിട്ടുന്നത് പത്രോസിനെ അറിയാം. അപ്പൊ അത് ഫോളോ ചെയ്താണ് ആര് പോയത്? ബാക്കിയുള്ള ശിഷ്യന്മാരും കൂടെ പോയത്. ഹല്ലേലൂയ. ബ്ലെസ് ബി ദി നെയിം. അപ്പൊ
നയിക്കുന്നവരും എന്ത് വേണം? ഒരു കൃത്യമായ ഡയറക്ഷൻ വേണം. ഹല്ലേലൂയ. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവർക്ക് നമ്മളെ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ വ്യക്തമായ സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യും? ഒരുക്കി തരും. അത് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തിക്കണം. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിച്ചോണം. പത്രോസ് പോകണം, ഞാൻ വിളിക്കാൻ പോവാ. പക്ഷെ രാത്രി പോയി അധ്വാനിച്ചിട്ട് രാത്രി പോയി നനയ്ക്ക് കിട്ടും, ഒരു മീൻ പോലും വലയില് കയറിയില്ല. ഇവിടെ വന്നൊന്ന് വായിച്ച മോനെ 27:27 1-2 വാക്യം വായിച്ച്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നോക്കി, വെറുതെ അധ്വാനിക്കണം. കർത്താവ് പണിയണം ചിലത്. നോക്കിയേ, നീ ക്രിസ്തുവിനെ നോക്കിയേ, ഇവരെല്ലാവരും ശിഷ്യന്മാരല്ലേ? പത്രോസും യോഹന്നാനും അന്ത്രയാസും എല്ലാവരും ശിഷ്യന്മാരാ, പുറത്ത് കിടക്കുന്നവരല്ല. യേശു ക്രിസ്തു തെരഞ്ഞെടുത്തവരല്ലേ? അല്ലേ? യേശു തെരഞ്ഞെടുത്തവരല്ലേ? അപ്പൊ നോക്കിയേ, പിന്നെ എന്താ മിസ്സിങ്? അവിടെ യഹോവ ഭവനം എന്ത് ചെയ്തായിരുന്നു? പണിയാതിരുന്നാൽ പണിയെന്ന് പറയുന്നത് പണിക്കാര് എന്ത് ചെയ്യാണ്? വെറുതെ അധ്വാനിക്കണം, വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരനും വൃഥ, അതായത് വെറുതെയാണെന്ന് ഉറപ്പുളക്കുന്നതൊക്കെ വെറുതെ യാതൊരു പ്രയോജനമില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ, യേശു പറഞ്ഞ പോലെ, 15:5 പറഞ്ഞ പോലെ, യോഹന്നാൻ 15:5 പറഞ്ഞ പോലെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശിഷ്യന്മാര് പോയി ഒരു പ്രാവശ്യം വലിയ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ട് അല്ലെ? യേശുവിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സമയത്ത് അവർക്ക് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ പാസ്റ്ററിന്റെ ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പോ പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞു മാറി. ഇനി ഞങ്ങൾക്ക് മോശയുടെ ആവശ്യമില്ല അല്ലെ? കടലിറങ്ങുന്ന പുറത്ത് പറയണം, മോശ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകണം എന്ന് പറയാറുണ്ടല്ലോ അല്ലെ? ചെങ്ങടല വന്ന അപ്പുറത്ത് എന്ത് ചെയ്യുമ്പോഴേക്കും മോശയുടെ ഒരു പറയണം, മോശയ്ക്ക് പോയി ഞങ്ങൾ പോകണം, മോശയുടെ ആവശ്യം എനിക്ക് ഇല്ല. അവിടെ വചനം പറയുന്നു, പണിയുന്നവർ വെറുതെ ആയി പോകുന്നവരുടെ പണി. നീ നിന്റെ ബുദ്ധിയിൽ ചില പണികൾ ചെയ്യുന്നുണ്ട്, ചില കാൽക്കുലേഷൻസ് ദൈവത്തിന്റെ പറയുവാണ്. നിന്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുക. ദൈവഹിതം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ എന്താ ദൈവത്തിന്റെ ഇഷ്ടം? നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് അറിയുക, പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷനിൽ നടക്കുക. ഇതാണ് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഇഷ്ടമുള്ളത് എന്താ? നീ ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവത്തിന്റെ വഴിയെ നടക്കുക. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്റെ വചനം അനുസരിക്കും. പിന്നെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം കേൾക്കും. അപ്പൊ കൂട്ടായ്മക്കകത്ത് വചനം കേൾക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? വചനം കേൾക്കണം. എന്നെ യേശു പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന വചനം കേൾക്കുന്നു. അപ്പൊ എന്നെ സ്നേഹിക്കാത്തവരാണ് സ്വാഭാവികമായിട്ട് വചനം കേൾക്കാൻ പറ്റാത്തത്. കാരണം വചനം കേൾക്കുമ്പോൾ ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിൽ, വചനം കേൾക്കാൻ വലിയ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ, കാരണം എന്താ അറിയോ? അല്ലെ? ഇപ്പൊ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. നോക്കുമ്പോ എന്താ? നോക്കുമ്പോ വചനം പറയുവാണ്, വചനം കേൾക്കുവാണ്. ഉടനെ നോക്കുമ്പോ എത്ര വേറെ ഷോട്ടുകൾ റീലുകൾ അവരെന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യ യേശുവിനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? കർത്താവിന്റെ വചനം കേൾക്കും. വചനം കേൾക്കും. യേശുവിനെ സ്നേഹിക്കുന്നു വാദോടെ 150 പ്രാവശ്യം 1000 പ്രാവശ്യം പറഞ്ഞപ്പോ അല്ല കാര്യം, മറിച്ച് വചനം കേൾക്കുക. കേൾവിയുടെ എന്ത് വരണം? വിശ്വാസത്തിന്റെ പ്രവൃത്തി വേണ്ടു. വചനം അല്ലെ? കേൾക്കുന്നവരായി നിന്ന് കേട്ട് മാത്രം ഇരിക്കുന്നവരല്ല, മറിച്ച് പ്രവൃത്തിയും കൂടി ഉണ്ട്. ഹല്ലേലൂയ. Blessed be the name. Amen. Hallelujah. Blessed be the name. Hallelujah. രണ്ടാമത്തെ വാക്യം വായിച്ചോണേ. നിങ്ങൾ അധികാരത്ത് എഴുന്നേൽക്കുന്നതും
നന്നേ താമസിച്ച് വൈകി കിടക്കാൻ പോകുന്നു. കഠിന പ്രയത്നം ചെയ്തു. വീണ്ടും കഠിന പ്രയത്നം. അപ്പൊ ശിഷ്യന്മാരെ രാത്രി പോയി അവിടെ പോയി അല്ലെ, അവർക്ക് നല്ലൊരു അനുഭവമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. ഇവിടെ ചെന്നിട്ട് എന്താ ചെയ്തത്? അവര് രാത്രി ചെന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു. നോക്കിയത് വായിച്ചു. അവള് ആ 3-ാം വാക്യം നേരത്തെ വായിച്ചിട്ടുണ്ടാ. നമുക്ക് തിരിച്ചു വന്നേ വാക്യത്തിലേക്ക്. അവിടെ പറഞ്ഞെന്താ? ആരെങ്കിലും ഒരാളെ നിർത്തി വായിച്ചു. ആ വാക്യം അവിടെ നിർത്തുക. ശീമോൻ പത്രോസ് എന്താ പറഞ്ഞത്? ഞാൻ മീൻ പിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ചിലർ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോ പറയും നമുക്കൊന്ന് ലുലുമാട് വരെ ഇറങ്ങിയാലോ, അല്ലെ? എപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴൊക്കെ ഇങ്ങനെ വചനം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴൊക്കെ ഇങ്ങനെ ബോറിയാ നമ്മുടെ ഇറങ്ങിയിട്ട് വരാം. കുഴപ്പമില്ല, നല്ലതാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് പത്രോസ് ഞാൻ പോവാ. എന്താ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു നീ പോകണമെങ്കിൽ ഞങ്ങളും പോരുവാണ്. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. അവർ പടക് കയറിപ്പോയി, അതായത് വള്ളത്തിൽ കയറിപ്പോയി. എങ്ങോട്ടാ പോയത്? പടക് കയറിപ്പോയിട്ട് പറ്റി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ആ രാത്രി അവർക്ക് ഒന്നും പിടിക്കാൻ പറ്റില്ല. ഓക്കെ, ആ രാത്രി പോയതും വെറുതെ ആയി. നോക്കി ഒന്ന് ആലോചിക്കി. ഒന്നും കിട്ടാത്തൊരു രാത്രി, ഒന്നും ലഭിക്കാത്തൊരു രാത്രി. ശൂന്യതയാണ്. അവര് ചെയ്യൂ നീരൊന്നും കാണുകയല്ല. അവിടെ പ്രോബ്സ് 3:5 വായിച്ചു പറയും. 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ഈ ദൈവത്തിൽ ആശ്രയിക്കുക, യഹോവയെ ആശ്രയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഏത് മനോഭാവത്തോടെ ആയിരിക്കും അവർ രാത്രി മീൻ പിടിക്കാൻ പോയത്? ചിന്തിക്കാൻ. ഇനിയിപ്പോ ബോറടിക്കുന്നു പറഞ്ഞിട്ട് പോയതാവാം. ഇനിയിപ്പോ ജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണോ? നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇനി മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ വേണം, പൈസ ആവശ്യമുള്ളതുകൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു ഞാൻ പിടിക്കണം. ബാക്കിയുള്ള ഒരു ചാടിയിറങ്ങി ഞങ്ങൾ വന്നേക്കാം. പോയി ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ സദസ്സുകളിൽ 5-ാം വാക്യം വായിച്ചേ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. ശ്രദ്ധിച്ചോ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ, ഇനി മീൻ പിടിക്കാൻ പോവുകയാണെങ്കിലും നീ എന്താ മാങ്ങ വരയ്ക്കാൻ പോവുകയാണെങ്കിലും എന്താ നിന്റെ ആശ്രയം കർത്താവിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ദൈവമേ ഞാൻ മാങ്ങ വരയ്ക്കാൻ പോവുകയാണ്, കുറച്ച് പിള്ളേരെ കൊണ്ടാണ് പോകുന്നത്, അമ്മമാരെ കൊണ്ട് കല്ലെറിയിച്ചിട്ടാണെങ്കിൽ മാങ്ങയിടും. ഒരു കല്ല് പോലെ എന്റെ നിലനിലേക്ക് കൊള്ളാതെ കൃത്യമായി മാങ്ങി തന്നെ കൊള്ളിക്കണ കർത്താവേ. അപ്പൊ മിനിമം അല്ലെ ഒരു പ്രാർത്ഥന, മിനിമം പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. ശ്രദ്ധിച്ചോ, കാരണം കടലിന്റെ അനുഭവം 10 ദിവസം നല്ല അനുഭവം. എന്നാ മത്തായിക്കും മറ്റേ നോക്കിയേ യോഹന്നാൻ ഈ പറഞ്ഞ പോലെ വലിയ വെള്ളമൊക്കെയുള്ള വീട്ടിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ളോ അല്ലേ? ഹല്ലേലൂയ. ചുണ്ടക്കാരനോ മത്തായിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. മീൻ പിടിച്ച് മീൻ കൂട്ടി മീൻ കെട്ടി അടിച്ചിട്ടുള്ള പരിചയമായിരിക്കും, പക്ഷെ മീൻ പിടിച്ചിട്ടുള്ള പരിചയമുണ്ടെന്ന് അറിയില്ല. ഹല്ലേലൂയ. എന്നാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് അറിയാം എവിടെയൊക്കെ മീൻ പിടിക്കണം, എവിടെയൊക്കെ മീൻ കിട്ടും, മല എറിയണം എന്നൊക്കെ അവനറിയാം എന്ന് പ്രതീക്ഷയാണ് അവർ പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാണെങ്കിൽ മിനിമം അവർ പറയും കർത്താവ് പറഞ്ഞല്ലോ, എങ്ങനെയാ ഇന്ന സ്ഥലത്ത് വല വീശാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അപ്പൊ നോക്കിയ അവരുടെ കടന്നു പോയി മീൻ പിടിക്കാൻ പോയല്ല, വലിയൊരു ശൂന്യത വന്നോടെ, എന്തോ ഒരു എംപ്റ്റി ഫീല് വന്നോടെ ഇനി എന്താ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഒന്നും അറിയത്തില്ല. നമുക്ക്
ഇന്ന് വിശ്വാസികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച വേണം എല്ലാവരും മോന്ത കാണുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് മിനിമം ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ അടുത്ത ആഴ്ചയാവണം. ഹല്ലേലൂയ. എന്നാ കാരണം അറിയോ? എന്താ കാരണം? എന്താ? കണക്ഷൻ ഇല്ല. അവിടെ ശൂന്യത കിടക്കുക. യേശുവിന് ഇടയില്ല. എന്നാ എന്താ സംഭവിച്ചത്? അവിടെ ഹല്ലേലൂയ. ആ വാക്യം വായിച്ചു. 4 പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത വഴി പറയുവാണ് പുലർച്ചെ ആയപ്പോ. നോക്കി, അവർ രാത്രി മുഴുവൻ കഴിഞ്ഞ് നേരം വിടുന്നവരെ. അപ്പൊ നോക്കി, അവർ എത്ര ടൈം അവരെ കണ്ടെടുത്തു, എത്ര സമയം അവർ അതിനുവേണ്ടി മെനക്കെട്ടു. അപ്പൊ പറയുവാണ് പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പുലർച്ചെ ആയപ്പോ. രാത്രി യേശു അവിടെ ഒന്നും കണ്ടില്ല, യേശുവിനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അവർ വലിയ ചൂടില്ല. പക്ഷെ പുലർച്ചെ ആയപ്പോ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം കേട്ടോ. നീ പ്രതീക്ഷിക്കാത്തടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. നീ പ്രതീക്ഷിക്കുന്നിടത്തായിരിക്കില്ല വരുന്നത്. നീ വലിയ പട്ടുമത്തേയും വലിയ അല്ലെ നോക്കി അല്ലെ വലിയ പുൽത്തകിടിയൊക്കെ പിടിപ്പിച്ച് എല്ലാം സെറ്റപ്പ് ആയിട്ട് നിന്നിട്ട് ഒരു കർത്താവേ ഇറങ്ങി വരണേ, കർത്താവേ അവിടെ വരത്ത് പോലും. നീ വേഗം എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കർത്താവേ വേഗം വരണമേ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ എത്തുന്നു, ലാൻഡ് സ്ലൈഡിങ് വന്നിട്ട് അല്ലെ അവിടെയുള്ള ഷോപ്പുകളും കുറച്ച് ആളുകളൊക്കെ മണ്ണിനടിയിൽ പോയി. ചിലപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പറയുന്നത് എങ്ങനെ ഇരിക്കുന്നറിയോ? ചിലപ്പോൾ ആ ചേറിന്റെ നടുവിലേക്കാണ്. കാരണം ആ ഞെരുക്കവും പ്രയാസവും നീ എവിടെയാണോ നഷ്ടപ്പെട്ടു പോകുന്നു തോന്നുന്നത് അതിന്റെ നടുവിലേക്കായിരിക്കും ചിലപ്പോൾ ദൈവം അറിയുന്നത്. അതൊന്നും വിചാരിക്കരുത് എല്ലാവരും അവർ ക്ലീൻഡായിട്ട് കൊടുക്കുമ്പോൾ നോക്കി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വരും. ഇത് നീ ഓർപ്പിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനെ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു അമ്മച്ചേ. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ കർത്താവിന്റെ ഒരു മഹത്വം കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാനത് പലരും ചിലപ്പോൾ കാണുമ്പോൾ അയ്യോ ഞാൻ കണ്ടത് കർത്താവിന്റെ മഹത്വം. കർത്താവ് വലിയൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് ഒരു സാക്ഷ്യം വെച്ചിട്ടുണ്ട്. കാരണം നിന്നിലൂടെ കർത്താവ് മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നാവിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. നോക്കി, ശിശുമാര് ഒന്നും കിട്ടില്ല ഉടനെ കർത്താവ് നേരം കൊടുത്തു നോക്കണം. കർത്താവ് കടൽക്കര നിൽക്കുക. എന്താ പറയാ സംഭവിച്ചത്? 4-ാം വാക്യം. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. 4-ാം വാക്യത്തിൽ ചേർത്ത് വായിക്കുമ്പോ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? പ്രത്യാശ നഷ്ടമാകുന്നിടത്ത് ദൈവസാന്നിധ്യമാണ്. ശ്രദ്ധിക്കണം. എവിടെയാണ് നിന്റെ ഹോപ്പ്, പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നീ വിചാരിക്കോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലേ? നമുക്ക് അറിയപ്പോലും. പക്ഷെ ചിലപ്പോൾ നീ ഞെരുങ്ങി അല്ലെ കർത്താവ് എന്റെ കൂടെ എനിക്ക് ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഞെരുങ്ങൂടെ അവിടെ ആയിരിക്കും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ഇടയിൽ. ഹല്ലേലൂയ. ചിലപ്പോൾ കണ്ണുനീര് പൊടിയും, ചിലപ്പോൾ ശബ്ദമൊന്നും പിടക്കും. ആരും ഇല്ലല്ലോ എന്നെ സഹായിക്കാൻ. പക്ഷെ ഒന്ന് നീ പുറത്താണ് നിന്റെ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതിനൊരു മാറ്റമില്ല. ഹല്ലേലൂയ. വേറെ ആരും കൂടെ ഇരുന്നില്ലെങ്കിലും കർത്താവിന്റെ കൂടെ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അവിടെ പറയുന്നു മോനെ വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ ലാമെന്റേഷൻസ് അതിന്റെ 3-ാം അധ്യായം 22-23 വാക്യം വായിക്കണം. 3 ലാമെന്റേഷൻസ് 3 22 3-ാം അധ്യായം 22-23
ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ആമേൻ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നാം മുടിഞ്ഞു പോകാൻ ഓക്കെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുവാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? യഹോവയുടെ ദയയാണ്. കർത്താവിന്റെ ദയ കൊണ്ടാണ് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയത്. ഓക്കെ പുതിയത് പുതിയത് ഹല്ലേലൂയ ഹല്ലേലൂയ അല്ല പുതിയത് എന്താ പുതിയതാണ് അത് രാവിലെ തോറും ന്യൂ എവറി മോർണിംഗ് അല്ലേ? എന്താ 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 എന്താണ് പുതിയത്? വിശ്വസ്തത വലിയതുമാണ്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും ദൈവത്തിന്റെ കരുണ അത് തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും ദൈവം നിന്റെ മേലെ നീണ്ടിരിക്കുകയാണ്. നീ ഒരു പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് നോക്കി നമ്മുടെ കണ്ണുനീരൊക്കെ പൊടിഞ്ഞ് അയ്യോ ആരുമില്ലോ എന്ന് പറഞ്ഞ് നോക്കി കർത്താവിന്റെ കരുണയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവിടെ അത് കുറഞ്ഞു പോയിട്ടില്ല. അത് ദിവസം തോറും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. കാരണം അറിയോ യേശുവിന്റെ രക്തമാണ് നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയണം അത് രാവിലെ തോറും പുതിയ നിന്റെ വിശ്വസ്തത നിന്റെ വിശ്വസ്തത വലിയതുമാണ്. ഞാൻ ജെയിംസിൽ വായിച്ചത് നിന്റെ വിശ്വാസം നിന്റെ വിശ്വസ്തത. നീ എന്തിനു വിശ്വസിക്കും? ഒരു പ്രശ്നം വരുമ്പോ ഒരു പരീക്ഷണ ഘട്ടം വരുമ്പോ നീ ആരിൽ ആശ്രയിക്കും? മനുഷ്യരിൽ ആശ്രയിക്കോ? കർത്താവിൽ ആശ്രയിക്കോ? ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാ 4:10 വായിച്ചോണേ. 3:10 വായിച്ചോണേ. നീതിമാനെ കുറിച്ച് അവന് നീതിമാനെ കുറിച്ച് അവൻ നന്മ വരുമെന്ന് പറയുന്നു. തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. പ്രവൃത്തികളുടെ ഫലം വിശ്വാസത്തിൽ നീ പ്രവർത്തിക്കുവാണെങ്കിൽ അതിനൊരു ഫലമുണ്ട്. ഓക്കെ നീ ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിനൊരു ഫലം വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നാളിൽ ആത്മീയ ഫലങ്ങളെ കുറിച്ച് കേട്ടു അല്ലേ? അതിന്റെ അകത്ത് ആത്മീയ ഫലങ്ങളെ കുറിച്ച് മാത്രമല്ല ഇവിടെ നീ വിശ്വാസം പ്രവൃത്തി ചെയ്യുമ്പോ അതിന്റെ അകത്ത് നിനക്ക് ഭൗതികമായ തലത്തിലൊരു ഫലം ലഭിക്കും. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറയണം. പിന്നെന്താ? തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവരനുഭവിക്കും. പ്രവൃത്തിയുടെ ഫലമുണ്ട്. അപ്പൊ ദൈവമേ നിന്റെ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനൊരു ഫലം കാണും. ഒരു സാമ്പത്തികമായ പ്രശ്നത്തോട് കടന്നു പോകുമ്പോ നീ വിശ്വസിച്ചോ? നീ പ്രാർത്ഥിച്ച് കർത്താവിനോട് അറിയിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവകരം പ്രവർത്തിക്കുകയാണ്. അത് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ എന്താ മഹത്വത്തിന് വേണ്ടി തന്നെ എന്താ ദൈവം എന്റെ ജീവിതം മാറ്റി തീർക്കും. അതിന് ഒരു കടബാധയാണെങ്കിൽ നാളെ നീ ആ കടവില്ലാത്തവനായി. നീ ഒരു രോഗിയാണെങ്കിൽ നീ രോഗം മാറിയവനായി. പ്രശ്നത്തിലാണെങ്കിൽ അപ്പനെ പ്രശ്നത്തിൽ നിന്ന് കരകയറിയവനായി നിൽക്കുക തന്നെ ചെയ്യും. അവിടെയാണ് ദൈവത്തിന് മഹത്വം ചെല്ലാൻ പോകുന്നത്. അപ്പൊ ദൈവത്തിന് മഹത്വം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോ അത് ആത്മീയമായ തലം മാത്രമല്ല, ഭൗതികമായ തലത്തിലും നീ സാമ്പത്തിക അനുഗ്രഹം പ്രാപിക്കുമ്പോ അവിടെ ദൈവത്തിന് മഹത്വം ഹലോ നീ അന്യഭാഷ പറയുമ്പോ മാത്രമല്ല, മറിച്ച് നീ ഒരു പട്ടണത്തോട് സുവിശേഷം ഭൗതികമായി അറിയിക്കുന്നത് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണോ? അല്ല. ചിലപ്പോൾ പബ്ലിക്കായിട്ട് മൈക്കെടുത്ത് ചിലപ്പോൾ സുവിശേഷം അറിയിക്കാൻ പറയും ചിലപ്പോൾ ദൈവത്തിന് ആത്മാവ്. അതിന്റെ അകത്ത് വരണോ എന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പറയുവാണ് അത് സ്വർഗത്തിലെ ഉത്സവാദി ഘോഷമാണ്. അപ്പൊ ഇവിടെ ഭൂമിയിൽ നിനക്ക് ദൈവം തരുന്ന പ്രതിഫലത്തിന്റെ ഭാഗമാണ് ഒരാത്മാവിനെങ്കിലും നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് അനുഗ്രഹമുണ്ട്. ആത്മീയമായ തലമായിട്ട് കണക്റ്റഡ് ആയി നോക്കിയേ, നീ വേറെത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്, ഒരു സാമ്പത്തിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ആർക്കാണ് മഹത്വം ചെല്ലുന്നത്? കർത്താവിനാണ് മഹത്വം ചെല്ലുന്നത്. കാരണം അവിടെ പ്രവർത്തിക്കുന്നത് പ്രാർത്ഥിച്ചവനാണോ? അല്ല, പ്രവർത്തിച്ചവനാണ്. ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. മറിച്ച് അതിന്റെ പ്രവൃത്തി ഞാൻ വിശ്വാസം ചെയ്തു. പ്രാർത്ഥിക്കാൻ പ്രവർത്തിച്ചു. ഹല്ലേലൂയ.
അതുപോലെ കർത്താവ് സഹായിക്കാനുള്ള വരം കൊടുത്തിട്ടുണ്ട്. ഹലോ, സഹായിക്കുന്ന വരമുണ്ടോ? ഒരു കുറവുള്ളവൻ മുട്ടുള്ളവനെ മുട്ട് തീർക്കാനുള്ള അതൊരു വരം, അത് ഗിഫ്റ്റാ. സഹായിക്കാനുള്ള വരം എന്ന് പറയുന്നത് സഹായിക്കാം. അപ്പൊ ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഗിഫ്റ്റാ. അതെല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. അപ്പൊ സഹായിക്കുന്നവൻ നോക്കി നീ ഒരു വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പറയോ, അത് കർത്താവ് കൊടുത്ത ഗിഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവനെ സഹായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനുള്ളത് കർത്താവ് കൊടുത്തോളും. നീ വേവലാതിപ്പെടണ്ട. അവക്കുള്ളത് കർത്താവ് കൊടുത്തോളും. നമ്മൾ ഒന്ന് മനസ്സിലാവും, അയ്യോ അവൻ ഓക്കെ, അവന്റെ ഇല്ലായ്മയെ കൊടുക്കുവാണെങ്കിൽ അവന്റെ ഇല്ലായ്മ ദൈവത്തിന് അറിയാനായിട്ടാണോ? അപ്പൊ അവന്റെ ഇല്ലായ്മ ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ആരാ? അവനെ നടക്കാൻ പോകുന്ന ആരാ? ദൈവം. കൊടുക്കുന്നവരും നോക്കി, കൊടുക്കുന്നവരും പറഞ്ഞു പോകുന്നതാണോ അവൻ പറഞ്ഞത്? കൊടുക്കുന്നവരും അമർത്തി കുലുക്കി വലിയൊരാളവൻ ദൈവത്തിന് മനസ്സിലാക്കുന്നോ? കൊടുക്കാൻ പിടിച്ചോണ്ടിരിക്കുവാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ടാവത്തുള്ളൂ. മറിച്ചത് നിനക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യണം തോന്നുവാണെങ്കിൽ അത് വരവാണ്. അതിന് നീ തടസ്സപ്പെടുത്തിക്കില്ല. നോക്കിയേ, ആ ഉറവ് അടച്ചു കളഞ്ഞാല് അത് കെട്ടിക്കിടക്കും. മറിച്ചത് ആ ഒഴുകാൻ വിട്ടുകൊടുത്ത് എന്ത് പറ്റും? അതിങ്ങനെ ഒഴുകും. ഒഴുകുന്നതോടെ എന്ത് പറ്റും? അതിന്റെ ഉറവ് ക്രിസ്തു ആയതുകൊണ്ടിട്ട് അതിനൊരു കുറവുണ്ടാവത്തില്ല. അതിനൊരു കുറവുണ്ടാവത്തില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. അതുകൊണ്ട് ഒരു കുറവുണ്ടാവത്തില്ല. കർത്താവിന് വേണ്ടി നിന്നിട്ട് ആരും നോക്കി ഒരു ഇല്ലായ്മയിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ കാര്യം നോക്കി. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ, ആമേൻ. ഒരു ആമേൻ പറയാമോ? മോനെ സംഘാംശമായിട്ടോ അവന്റെ കോപം ക്ഷണനേരത്തേക്ക് അവന്റെ കോപം എങ്ങനെ ക്ഷണനേരത്തേക്ക് 15 അവന്റെ കോപം ക്ഷണനേരത്തേക്ക് അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളൂ. കർത്താവ് നമ്മളെ ചില തെറ്റുകൾ കാണുമ്പോൾ കറക്റ്റ് ചെയ്യുന്നത് സ്വാഭാവികം. അപ്പൻ മക്കളെ തിരുത്തുന്നത് പോലെ അല്ലെ, ചിലപ്പോ കഴിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇടാന്ന് പറയുമ്പോ അല്ലെ, അതുപോലെ ആയിരിക്കും കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കുന്നത്. എന്നാൽ അതിന്റെ അപ്പുറത്ത് എന്താണ് പറഞ്ഞത്? അവന്റെ പ്രസാദം, അവന്റെ പ്രസാദം. അനുസരിയുടെ അടിമാടി തരും. പക്ഷെ പിന്നെ ഒരു സ്നേഹികളുണ്ട്. ചില പ്രശ്നത്തിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു വരവുണ്ട്. അത് നീ വിചാരിക്കും ദൈവം ഇത് എവിടെ നിന്നൊക്കെ കരുതുന്നത്. കാരണം അത്രയും ഞെരുങ്ങി അയ്യോ അടി കൊട്ടൊക്കെ കിട്ടി, അയ്യോ ഇത് എന്നെ കൊണ്ട് പോകത്തുള്ളൂ പറഞ്ഞിരിക്കാനായിരിക്കും. അത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. മറിച്ച് ഈ പ്രശ്നത്തിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വചനം പറയുവാണ് എന്താ ചോദിച്ചത്? അവന്റെ പ്രസാദമോ, പ്രസാദം, ദൈവത്തിന്റെ പ്രസാദം നിന്റെ പേരിലിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന്റെ പ്രസാദമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വചനം എബ്രായലേഖനം പറയുന്ന പോലെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ഇന്ന് ആലയത്തിന്റെ അകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മിനിമം നിനക്ക് വേണ്ടതെന്നറിയോ? വിശ്വസിക്കാൻ പറ്റണം. ഈ കേൾക്കുന്ന വചനങ്ങൾ ദൈവമേ ഇതെനിക്കുള്ളതാണ്, ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതാണെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വരികയാണ് ചെയ്യും. ഹല്ലേലൂയ. അവിടെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞെന്താ? പ്രത്യാശ നഷ്ടമാകുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. അവിടെയാണ് യോഹന്നാൻ 21:6 പറയുന്നത്. ഒന്ന് വായിക്കാം. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശി. യേശു പറയുന്നത് കേട്ടോ, പടകിന്റെ വലത്തുഭാഗത്ത് എന്നാ വല വീശ. പുരുഷന്മാർക്ക് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടല്ലോ. എന്തായിരുന്നു?
ലൂക്കാസുവിശേഷത്തിലെ 5:4-7 മുതൽ വരെ വാക്യം പറയുന്നത് എന്താ? ഇതേ സെയിം സാഹചര്യം തന്നെ. കാരണം അവർക്ക് അനുഭവമുള്ളതാ. അവർ പറഞ്ഞില്ല. എന്നാൽ ആദ്യത്തെ അനുഭവത്തിൽ അവർ പറഞ്ഞു, കർത്താവേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, പിന്നെ അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വരയിടാം. ഓക്കെ, പാസ്റ്റർ പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ, ബ്രദർ പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഇത്തരം നാളെ ഈ വിഷയത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാസ്റ്റർ ബ്രദർക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കാതിരിക്കുന്നു വേണ്ട, ഒന്നും കൂടി ട്രൈ ചെയ്തേക്കാം. ഇതേ പരിപാടി തന്നെ ആവാൻ ചെയ്ത് നോക്കി. ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, പോയിട്ട് നിങ്ങൾ ഈ ഓർബാനിൽ പോയിട്ട് മുങ്ങാൻ പറഞ്ഞു. ഇത്ര പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. പുള്ളി അവിടെ ഒന്ന് മുങ്ങി പൊങ്ങി നോക്കിയപ്പോ ഒന്നും മാറ്റമില്ല. പുള്ളി അവിടെ ഡിസപ്പോയിന്റഡ്. ഇതൊരു മാറ്റിയില്ലല്ലോ. കൂടെ നിന്നവർ പറഞ്ഞു, എന്തായാലും പ്രവാചകൻ പറഞ്ഞില്ല, പറഞ്ഞ എന്നോ ധരിച്ചേക്ക്. പക്ഷെ ഓരോ തവണ മുങ്ങി പൊങ്ങിയപ്പോഴും പുള്ളിക്കാരൻ കഴിയോ ഇതൊന്നും കാണുന്നില്ല, ഒരു മാറ്റം. ഈ പ്രാർത്ഥന കൊണ്ട് ഒരു മാറ്റം ഇല്ലല്ലോ. ഇവിടെ പ്രാർത്ഥന നോക്കി പ്രശ്നം കൂടുതലാണ് നോക്കി. കൂടെ നിൽക്കുന്നവർ പ്രബോധിപ്പിച്ചപ്പോ പുള്ളി അതങ്ങനെ കേട്ടു, പുള്ളി അതങ്ങനെ അനുസരിച്ചു. എന്ത് ചെയ്തു? വീണ്ടും പ്രവാചകൻ പറഞ്ഞ പോലെ അങ്ങോട്ട് മുങ്ങി അല്ലേ. പിന്നെ അങ്ങനെ പൊങ്ങിയപ്പോ എന്നാലും പുള്ളി പറയണോ എന്താ? പുള്ളിയുടെ ശരീരം എന്താ? കുഷ്ഠരോഗം. പക്ഷെ പുള്ളിയുടെ ശരീരം എന്താ കുറിച്ചത്? ഒരു ചെറുപ്പം ബാലനെ പോലെ അല്ലെ, പയ്യനെ പോലെ സ്കിന്നൊക്കെ അത്ര എളുപ്പമായി മാറി. അത് ചോദിക്കും, ചെറിയ പയ്യന്റെ സ്കിൻ പോലെ ആയിരിക്കില്ല. അത്രയും ഹല്ലേലൂയ, അത്രയും വലിയ ഹീലിംഗ് ആണ് പുള്ളിക്ക്. പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞു, അത് ഉപവസിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ചെയ്യാൻ റെഡിയായിട്ടുള്ളവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വലത്തുഭാഗത്ത് വരയാൻ പറഞ്ഞ ഇടത്തോട്ട് പോകരുത്. ചിലവരങ്ങനെ കാരണം രാത്രി മുഴുവൻ വലത്തുഭാഗം കിടന്ന് വിലകിയതാണ്. അതുകൊണ്ട് പിന്നെ മലയാളം ഒരുപാട് അല്ലേ, പിന്നെ നാളെ പൊട്ടനാക്കരെന്ന് പറയും ചിലവര് അല്ലേ. എന്ന കാര്യം രാത്രി മുഴുവൻ ഞങ്ങൾ കിടന്ന് പണിയെടുത്ത 10 ദിവസം ആദ്യത്തെ സമയത്ത് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ രാത്രി മുഴുവൻ കാര്യമുള്ളതുപോലെ പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ പഠിച്ചത്. പക്ഷെ അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കാൻ നിസാര പണിയൊന്നുമല്ല. വലപ്പണിക്കാരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ടെന്താണ്. വല എടുത്ത് കഴുകി തൂക്കി അവർ വെച്ചിട്ട് പിന്നെയും അത് എടുക്കാൻ പോകുമ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. അത് പപ്പടം കാച്ചുന്ന പോലെ ഇങ്ങനെ എണ്ണയിലേക്ക് എടുത്തിരുന്ന പരിപാടിയല്ല അല്ലേ. വലപ്പണിക്കാരോട് ചോദിച്ചാൽ മണിക്കൂറുകൾ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അതിനുവേണ്ടി കണക്കിടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ആ ഒരു സിറ്റുവേഷനിൽ കർത്താവ് വല ഇറക്കുന്ന ഉറപ്പിക്കും. പിന്നെ എന്നിട്ട് എന്ത് പറ്റിയപ്പോ അപ്പോഴും മീൻ കിട്ടി. ഇപ്പൊ എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, മന ആ വലത്തുവശം ഇപ്പോഴും ഉണ്ടല്ലോ ആ വലത്തുവശമൊക്കെ, ആ വലത്തുവശം കൊണ്ടേക്ക് വല ഇറക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചു? പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് വ്യക്തമായി വല വീശിക്കോ കിട്ടും. നേരത്തെ കർത്താവ് വല വീശാനാ പറഞ്ഞത്, വല ഇറക്കാനാ പറഞ്ഞത്. ഇപ്പൊ കർത്താവ് വ്യക്തമായിട്ട് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. വീശിക്കോ കിട്ടും, പ്രാർത്ഥിച്ചോ നടന്നു. ദൈവത്തിന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ചിരിക്കും. രോഗസൗഖ്യം കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഖ്യം കിട്ടിയിരിക്കും. ഉറപ്പിച്ച് വിശ്വസിക്കണം. 7-ാം മാസത്തിൽ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കാം. നിങ്ങൾ എണ്ണിക്കൊള്ളു. ഇത് വെറുതെ വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിട്ട് പറയുന്നതല്ല. കർത്താവ് പറയാൻ പറഞ്ഞിട്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. എന്നെ ഏറ്റെടുക്കുന്ന കർത്താവിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. Blessed be the name. Amen. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം. 2 ദിവസം പ്രാർത്ഥനക്ക് പോയില്ലെങ്കിൽ പല അനുസരണം പോകും. പിന്നെ ബൈബിൾ തുറക്കാൻ അല്ലെ, പിന്നെ മടിയ ആരാധിക്കാൻ മടി. 2 ദിവസം പ്രാർത്ഥനക്ക് മാറി 2 ആഴ്ച പ്രാർത്ഥനക്ക് മാറി കഴിഞ്ഞാൽ പതിയെ 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 മടുപ്പ് വരും. പതിയെ പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നത് ചിലപ്പോൾ നിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കില്ല, വേറൊരുത്തിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നീ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, നിന്റെ കഴിവ് കൊണ്ടല്ല, പലരും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് കർത്താവോട് ചേർന്ന് നടക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ
ഇവിടെ എന്തൊക്കെയോ പ്രയത്നം കൊണ്ടിട്ട് നേടിയെടുക്കുന്നതല്ല. നമുക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ കർത്താവ് മാത്രം കൊടുക്കണം. കാരണം എന്താ അറിയോ, എല്ലാവർക്കും കിട്ടിയെന്നില്ല. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ, സ്തോത്രം. അവിടെ വചനം പറയുന്ന പ്രകാരം എന്താ പറയാ, ആളെ പറ്റി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വല വിരിച്ചോ, വലത്ത് ഭാഗത്ത് തന്നെ വിരിച്ചോ, മീൻ കിട്ടും എന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? വായിച്ചോ. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. ചെറിയ കിട്ടലൊന്നല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്. എത്രയൊക്കെ എപ്പോഴൊക്കെ നാളെ കേട്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കാണില്ല. ഇന്ന് കണ്ട മിസ്രൈം ഈ നാളെ കാണുന്നു. അടുത്ത കൊല്ലം എനിക്ക് ഇത് കാണണം. അടുത്ത കൊല്ലം എനിക്ക് മിസ്രൈമിന്റെ അനുഭവം എനിക്ക് വേണ്ട. ഇനിയുള്ള 7 മാസത്തിന്റെ അകത്ത് ബാക്കിയുള്ള മാസങ്ങള് ഹല്ലേലൂയ ആ മിസ്രൈമിനെ ആട്ടിപ്പായിക്കുന്ന സമയമായി. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും, നിന്റെ നടപ്പ്, നിന്റെ കിടപ്പ്, നിന്റെ സംസാരം, ഇതൊക്കെ മാറണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യനുള്ള പദവി നിസ്സാരമല്ല. യേശുവിനോട് ചേർന്ന് നടക്കുന്നത് നിസ്സാര സംഭവമല്ല, അല്ലേ? നമുക്ക് വലിയ കളിക്കാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, അവരോട് സെൽഫി എടുക്കാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? കർത്താവ് വീണ്ടും വരുമ്പോൾ ഹല്ലേലൂയ. അതിന് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിൽ ഇപ്പോഴും വിശ്വാസത്താൽ ആത്മാവിനാൽ യേശുവിനോട് ചേർന്ന് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, അല്ലേ? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ, ഹല്ലേലൂയ. മോനെ അതിലെ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം അതിന്റെ 28-ന്റെ 1-2 വാക്യം വായിക്കാവോ? എളുപ്പം വായിക്കാവോ? 28-ന്റെ 1-2 എളുപ്പം വായിച്ചോ. എളുപ്പം വായിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ചു നടക്കുക. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതിക്കും മീതെ ഉന്നതമാണ്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് എങ്ങനെയായിരുന്നു? ശ്രദ്ധയോടെ. വചനം പറയുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് നീ എന്ത് ചെയ്താൽ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. സകല ജാതികളുടെ മേലും നിന്റെ ദൈവം ഉന്നതമാക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ രണ്ടാം വാക്യമായി നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്ക് സിദ്ധിക്കും. ചോദിച്ചോ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ സിദ്ധിക്കാതെ താമസിക്കുന്നെങ്കിൽ നോക്കിക്കോ, നിന്നെ ദൈവം അനുഗ്രഹിച്ചത് പട്ടണം അറിയും. ഒളിച്ചു വെച്ചല്ല. നീ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് നീ പുറത്തേക്ക് ഇറങ്ങി കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ നീ പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞല്ലേ ജോ ഡ്രോപ്പിംഗ് അല്ലെ? മറന്നിട്ടില്ല, മറക്കണ്ട. ഇവർക്ക് ഇത് എങ്ങനെ കിട്ടി എന്ന് പറയുന്ന രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റും. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനമായ 1-22 വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചത് 1-2 2, 3, 4 അതിന്റെ അകത്ത് തന്നെ സെയിം ചാപ്റ്ററില് 22 വാക്യമുണ്ട്. അതൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ, 22 1-22 വായിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. We worship you, Jesus. Hallelujah. Thank you, Lord. What's your mind? Okay. നേരത്തെ കേട്ട വചനം നിങ്ങൾ പ്രമാണിച്ചാലെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ കേട്ടിട്ടും
എങ്കിലും എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തു കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ നിങ്ങളെ ചതിക്കാതെ തന്നെ ചതിക്കുക. ചതി, സ്വയം വഞ്ചിക്കുക, സ്വയം ചതിക്കുക. കേട്ടുണ്ടെങ്കിൽ ഇരിക്കും, പക്ഷെ ഒരു മാറ്റമില്ല. അതായത് നോക്കി, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരണം. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയുണ്ടല്ലോ, എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാദത്തോടെ എന്താ പറയുന്നത് അത് തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കും. മറിച്ച് ഇല്ലായെങ്കിലും നിങ്ങൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടി, ഇല്ല ശരിക്കുണ്ട്, എനിക്ക് ലഭിക്കും, എനിക്ക് കിട്ടി, എനിക്ക് ദൈവം തന്നു, എനിക്ക് കുടുംബജീവൻ ദൈവം തന്നു, എന്റെ കുടുംബത്തിൽ സന്തോഷം ദൈവം തന്നു. അപ്പൊ പിശാച് നോക്കുമ്പോ എന്താ പ്രശ്നമാണ്, കടമാണ്, പ്രശ്നമാണ്, അയ്യോ എന്നിട്ട് ഇവരെന്താ വിളിച്ചു പറയുന്നേ? അപ്പൊ നീ അത് എഗ്രി ചെയ്യുന്നതുകൊണ്ട് ഇനി അത് അവിടെ സ്ഥാപിക്കാന്നുള്ളത് ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തന്നിട്ട് പോവുക. അപ്പൊ നിനക്ക് തന്ന സമാധാനം നീ വിശ്വസിച്ച് ഏറ്റെടുത്തുവെങ്കിൽ ആ സമാധാനത്തെ നീ ഉറപ്പിക്കുന്ന ആരാ? ദൈവമാണ്. അപ്പൊ നിനക്ക് സമാധാനം തന്നത് ആരാ? നീ വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പൊ നിന്റെ ഉള്ളിൽ വരുന്ന സമാധാനം എവിടെന്നാ? അത് ആരാ വരുന്നത്? കർത്താവ് വരുന്നത്. അപ്പൊ അതിന്റെ പേര് പിശാച് മാക്സിമം നിന്നെ പഠിപ്പിക്കും. ഉദാഹരണത്തിന് നീ ഒന്നും രക്ഷപ്പെടുകയല്ല, നീ ഒന്നും ഗുണം പിടിക്കുകയല്ല, നീക്ക് ഈ ഇരിപ്പുണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ പോലെ ഇരുന്നില്ലേ, അതുപോലെ തന്നെ ഈക്വല്ല ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഈക്വലാന്ന് പിശാച് വാങ്ങിക്കും. ചില പറയണല്ലേ, എന്താ പറയാ, ഈ കൊല്ലം കഴിഞ്ഞ് അടുത്ത് ഈ 31st ആകുമ്പോൾ പറയും ഇനി മുതൽ ഞാൻ കള്ളു കുടിക്കാറാന്ന് പറയും അല്ലേ. കള്ളു കുടിക്കാൻ നിർത്തുകയാണ് ഈ കൊല്ലം മുതൽ. എന്നിട്ട് കുടിച്ച് ഫിറ്റായി കഴിഞ്ഞ് നാളെ പിറ്റേ ദിവസം എനിക്ക് തലവേദന മാറും വന്നേന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഡിസംബർ വരണം. നമ്മൾ മനസ്സിലായി. അതുപോലെ ചിലവർ വിശ്വാസത്തിൽ അത് പ്രാപിക്കണം. അവിടെയാണ് ചതിക്കരുത്, സ്വന്തമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുക ചിലവർ. അവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കല്ലേ എന്താ പറയുന്നത്? എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായി, അത് പ്രവർത്തിക്കുന്നവരായിട്ടും ഇരിപ്പിൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനോടുള്ള അനുസരണം അത് പ്രവൃത്തിയാണ്. എങ്ങനെ അനുസരിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു പറയുന്നതാണ് അനുസരണം. അതിനെ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു പറയുന്നതാണ് അനുസരണം. യേശു പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നത്. അത് കേൾക്കാത്തതാണ് അനുസരണം. അല്ല, കേട്ടു, പക്ഷെ അത് അല്ലെ മോനോട് ഞാൻ പറഞ്ഞിടാന്ന് പറഞ്ഞാൽ അവനത് കേട്ടു. അപ്പൊ അവരോട് കേൾക്കണം, നീ കേട്ടില്ലേ എന്ന് വെച്ചാൽ ഞാൻ കേട്ടു. പക്ഷെ ഇങ്ങനെ മരിക്കുറ്റി പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അനുസരണമാവോ? ഇല്ല, പറഞ്ഞ കാര്യം ചെയ്യണ്ടേ? അപ്പോഴല്ല പ്രവൃത്തിയുണ്ട്. അനുസരണത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. നീ വിശ്വസിക്കുന്നു പറയും, എന്നിട്ട് അവിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്താൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് വല്ല ഫേവറും കിട്ടും? ഒരു ഫേവറും ഇല്ല അവിടെ. ഹല്ലേലൂയ. അവിടെയാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ വായിച്ചത് അല്ലെ, യേശു ക്രിസ്തുവിൽ അനുസരണം. നാലാമത്തെ പോയിന്റ് ആണ് യേശുവിനെ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. യേശുവിന്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം. നാലാമത്തെ പോയിന്റ് 21:7 വായിച്ചാൽ ഇത് യേശുവാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഹൃദയം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറയാണ്, അത് കർത്താവ്. അത് വേറെ ആരും പറഞ്ഞില്ല. അവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ അല്ലെങ്കിൽ യോഹന്നാൻ പറയുവാണ്, അതുപോലെ ആയിരിക്കും നീ ഒരു അനുഗ്രഹം കണ്ടു തുടങ്ങുമ്പോ ആദ്യം നിന്റെ കൂടെ അല്ലെങ്കിൽ നീ ആത്മാവ് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് അത് ബോധ്യം വരും. എന്താ അറിയോ? ഇത് ദൈവം. ഓക്കെ, നിന്റെ കടബാധ്യത മാറുന്നു, രോഗം മാറുന്നു, രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു, സമാധാനം വരുന്നു. ഇത് വരുമ്പോ നിനക്ക് ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ബോധ്യം വരും ദൈവം. ഇനിയിപ്പോ നിന്റെ ബോധം പോയി സുബോധം നഷ്ടപ്പെട്ടിരിക്കുവാണെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്നവൻ ആത്മാവിനെ അവൻ പറയും പോലെ ദൈവം പ്രവർത്തിക്കുകയാണോ നിന്റെ ജീവിതത്തില്. അവിടെ അത്ര ശിഷ്യന്മാർ നിന്നിട്ടും യോഹന്നാൻ വേണ്ടി പറയുന്നു, ആദ്യത്തെ ഭർത്താവ് കേട്ടു. തിരിച്ചറിയണം ദൈവം
പ്രവർത്തിക്കുന്നത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെ, നമ്മൾ കഴിഞ്ഞ നാൾ കേട്ടതുപോലെ എന്താ അല്ലെ, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും അല്ലെ ഇടയിൽ ഇറങ്ങി ചെന്ന ഒരു യേശുവുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. മൂന്ന് പേരാണ് തീരെങ്കിൽ അതിൽ നാലാമനായി രാജാവ് കണ്ടെങ്കിൽ അത് സിമ്പിളി കിടന്നപ്പോഴല്ല ഇറങ്ങി തന്നത്, തീച്ചുളകാത്ത ഇറങ്ങി തന്നത്. ഹലോ, നമ്മള് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന ആളെ ചാടാൻ തോന്നി ആരുടെയും ചാടും. തീച്ചുള അൽഫാം മന്തിയാവോടെ മനസ്സിലായോ? ഒരു പ്രശ്നം വന്നിട്ട് ആരും എടുക്കുകയല്ല നിന്നെ സഹായിക്കാൻ. ഹലോ, നീ ഒരു പ്രശ്നത്തിൽ കിടക്കുമ്പോ ആരെങ്കിലും നിന്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ദൈവം അയച്ചതാണ്. 3 പേര് നീ കിടക്കുമ്പോ 4-മനായി കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഒരുത്തരെങ്കിലും നിന്റെ പ്രയാസത്തിൽ നിന്നോട് ചേർന്നിട്ട് നിൽക്കാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ജീവിതം നടക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മിനിമം പ്രാർത്ഥിക്കാനെങ്കിലും ദൈവത്തോട് കരയാനെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം വേണം. അയ്യോ കർത്താവാണ്, കാരണം സ്വരം കേട്ടറിയാം, ഇത് കർത്താവാണ്. ദൈവസ്വരം കേട്ടറിയാം. വചനം ദൈവസ്വരം, വചനം എന്താ? ദൈവത്തിന്റെ സ്വരാണ് വചനം. അത് കേൾക്കുമ്പോ അറിയാം, അയ്യോ കർത്താവ് എന്നോട് പറയുന്നത് ഇത് ഞാൻ പ്രിയപ്പെട്ടു. അങ്ങനെ എന്താ സംഭവിച്ചത്? അവിടെ നമുക്ക് യോഹന്നാൻ 10-ാമത്തെ സുവിശേഷം 10:26-27 വായിച്ചു മാറ്റി. 10:26-27 വായിക്കാമോ? Hallelujah. Blessed be the name. Thank you, Lord. Hallelujah. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലാകയാൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ അല്ലാത്തവരായാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അറിയാത്ത ചിലരുണ്ട്. എന്താ കാരണം? ഇത് കർത്താവാണോ വിശേഷമാണോ ചിലർക്ക് ബോധ്യമില്ല. എന്റെ ജീവിതത്തിൽ ഇപ്പൊ നമ്മളെ ഞാൻ ചെറുപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ചിലപ്പം ഹല്ലേലൂയ ചില സ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്ഥി സംബന്ധമായിട്ടോ ഈ പ്രൈവറ്റ് പാർട്ട് ഹല്ലേലൂയ ചിലർക്ക് ഇച്ചിരി ചൊറിച്ചിൽ എപ്പോഴെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചില പ്രാർത്ഥന ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ചില സ്പിരിറ്റുകൾ, ചില ആത്മാക്കള്, അശുദ്ധ ആത്മാക്കൾ ഇറങ്ങി പോകുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്കിന്നിലൊക്കെ കളറൊക്കെ മാറിയിരിക്കുന്നു മൊത്തം. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഇങ്ങനെ പതിയെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ചില ബ്ലാക്ക് മാർക്കായിട്ട് ഇങ്ങനെ കിടക്കും, ബ്ലാക്ക് മാർക്കായിട്ട്. ഇത് നിങ്ങൾ സ്പിരിറ്റ് പ്രസൻസ് ഓവർട്ടാണ് ഈ സ്കിന്നിൽ അത് റാഷ് ചെയ്ത് ഇങ്ങനെ ഇടപെടും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ചില കണ്ണിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇൻഫെക്ഷൻ എപ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ. ഹല്ലേലൂയ. ആമേൻ. പലതരത്തിലുള്ള അരൂപികളുടെ ഇടപെടലുണ്ട്. മനസ്സിലാക്കിക്കോ, ഇതെല്ലാം അശുദ്ധിയാണ്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ രക്തം വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ പേരും എന്റെ പേരും വീണിട്ടുണ്ടെങ്കിൽ ദൈവമാണ് നിന്നെ ശുദ്ധീകരിക്കുന്നത്. ഒരു പിശാചിന് നിന്റെ മേലെ, നിന്റെ കുടുംബത്തിന്റെ മേലെ അധികാരമില്ല. ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും നിന്നെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ്? ഹല്ലേലൂയ. നിങ്ങളോ എന്റെ ആടുകളെ കൂട്ടത്തിലുള്ള നിങ്ങൾ എന്റെ ആടുകളാണോ? നിങ്ങൾ എനിക്കുള്ളവരാണോ? ഇടയിൽ വന്നിട്ട് വിളിക്കുവാണ് എന്റെ ആളുകൾ പേര് വിളിക്കാം. ഹൈദ്രോസ് പത്രോസ് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഓടിയാൽ പോകും. അപ്പൊ അതിനിടെ എന്നെ വിളിച്ചില്ലല്ലോ, പേര് വിളിച്ചില്ലല്ലോ. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ ആളുകളല്ലാത്തതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നത് ചെയ്യും. ഹല്ലേലൂയ. 27 വയസ്സ് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു.
ഞാൻ അവയെ അറിയുകയും ഞാൻ അവരെ അറിയുകയും അവ എന്നെ അനുവദിക്കുകയും അവർ ചെയ്യും. എന്നെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യും. അവർക്ക് അവർ ഫോളോ ചെയ്യും. അവർ കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ വന്നിട്ടും പോയിട്ട് പോലെ അല്ലെ, എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ റോക്കറ്റ് വിടുക ചന്ദ്രനിലേക്ക് പോയിട്ട് പോയ വഴിക്കുന്ന ഒരു ദൂരം പോയത് പോയെന്ന് പറഞ്ഞാൽ അടുത്തേക്കുള്ള അന്വേഷണ പരിപാടിയൊക്കെ ഇത് വിശ്വാസികൾ അങ്ങനെ പോയ വഴി പോയാലും ഒരു പുല്ലുവരമുളത്തിൽ ഞാൻ പറയുന്നത് കണക്ട് ചെയ്തിരുന്നോ ഫോളോ ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്തു. പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അല്ലെ പല ആളുകളും ഇങ്ങനെ ചെറിയ കിടക്കുക. പക്ഷെ മണ്ണിൽ പോയി ഇത് ചെയ്യും. മാഗ്നറ്റ് എടുത്ത മണ്ണിന്റെ മേലെ പോയി ഓടിച്ചപ്പോ എന്ത് ചെയ്യും? അത് ഈ മണ്ണ് എത്ര കട്ടിയുള്ളതാണെങ്കിലും അത് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ഈ മാഗ്നറ്റ് പവർഫുൾ ആയതുകൊണ്ട് ഈ ആനയ്ക്ക് ശക്തി ഉള്ളതുകൊണ്ടല്ല, ആനയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പേരുണ്ടെങ്കിൽ നീ കണക്റ്റഡ് ആ കർത്താവുമായിട്ട്. നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരും. നീ കർത്താവിനോട് ചേർന്നിരിക്കും. നാലാമത്തെ പോയിന്റ് യേശുവിനെ തിരിച്ചറിയുന്ന ഹൃദയം. ഹല്ലേലൂയ. അഞ്ചാമത്തെ പോയിന്റ് ആണ് യോഹന്നാന്റെ വായിച്ചത്. താഴത്തേക്ക് വായിച്ചോ ആ പോർഷൻ 7:8 തുടങ്ങിയുള്ളത്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകുക അങ്കി അരയിൽ ചുറ്റി ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് 200 മീറ്റർ ദൂരത്തിലല്ലായാൽ വല എന്തിലൂടെ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും കരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന കാഴ്ചയാണ് തീക്കനലും ഉണ്ട്. പിന്നെന്താ? അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത്. അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് കണ്ടു. അത് ഇവിടുന്ന് ആരും എറിഞ്ഞു കൊടുത്ത മീനല്ല, ഇവര് പിടിച്ച കൂട്ടത്തിലുള്ള മീനും അല്ല. പക്ഷെ അവിടെ ചെന്നപ്പോ കർത്താവ് വെച്ച മീനും അതിന്റെ ഒപ്പം ഇവര് കൊണ്ടുവന്ന മീനും കർത്താവ് ചോദിക്കുന്നത് ഒരു കാര്യം മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് നേരത്തെ പിടിച്ച മീനുണ്ട്, അത് യേശു ചുട്ടു വെച്ചിട്ടുണ്ട്. വറുത്ത മീൻ റെഡിയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പിടിച്ച മീനെ കൂടി വേണം. ഈ കൊല്ലം നിങ്ങൾ പിടിക്കാൻ പോകുന്ന ചില മീനുകളുണ്ട്. യേശു പത്രോസിനോട് ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ പിടിക്കാൻ പോകുന്ന ചില മീനുകളുണ്ട്. എത്രയൊക്കെ നിങ്ങൾ മീനെ പിടിച്ചോ, എത്ര വലിപ്പമുള്ള മീനെ ഇവിടെ പിടിച്ചോ, പക്ഷെ അതെല്ലാം എന്റെ ഇടയ്ക്ക് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 ചെറിയ മീനൊന്നും അല്ല, വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. 153 വല നിറഞ്ഞ് പൊക്കാൻ പറ്റാത്ത വിധത്തില് ഈ 2026 ചിലവരുടെ വല ദൈവം നിറച്ച് എണ്ണി തിട്ടപ്പെടുത്തിയാലും ഇത് വലുതാണെന്ന് പറയും. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. വലിപ്പമുള്ള മീൻ കയറിയാലും കേട്ടോ ഈ വലക്കൊരു പ്രത്യേകത ഉണ്ട്. കർത്താവ് പറഞ്ഞിട്ടാണ് ആ വല വീശുകയും കർത്താവ് പറഞ്ഞിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഈ വല ഒരിക്കലും കീറുന്നില്ല. ഒരിക്കലും കീറിപ്പോകുന്ന വല ടെൻഷൻ പറയോ കീറിപ്പോകില്ല, കീറുകയാണ് കർത്താവ് പറഞ്ഞത്. കാരണം ചിലതിനെ പിടിക്കാനുണ്ട്. ചില വലിയ വലിയ മീൻ വമ്പൻ സ്രാവടക്കം ഒരിക്കലും ഒരു
കൊച്ചുമോനോട് അമ്മ ചോദിച്ചു, മോനെ ബൈബിളില് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല മീൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചുകാരൻ ചോദിച്ചു, യോനാനെ വിളിക്കുന്ന തിമിംഗലമാണെന്ന് ചോദിച്ചു. യോനാനെ വിളിക്കാൻ തിമിംഗലം അല്ല മോനെ, പിന്നെ ഏത് മീനാണ്? കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ആ അമ്മ എനിക്ക് ഓർമ്മ ഒന്നും വേറൊന്നുമല്ല, യേശു പറഞ്ഞിട്ട് ശിഷ്യന്മാര് വീശിയപ്പോ ആ മലക്കകത്ത് കയറിയ മീനെ അതെവിടെ ഹല്ലേലൂയ. അത്രയും രാത്രി മുഴുവൻ അവര് പല വീശിയപ്പോ ഒന്നും കിട്ടിയില്ലെന്നല്ല അമ്മ പറഞ്ഞത്. പക്ഷേ ആ യേശു പറഞ്ഞതിന് ശേഷം ആ മീനുകൾ ഓർമ്മ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ, ഇന്ന് ഈ വചനം കർത്താവിന്റെ സ്വരമാണെന്ന് നീ ബോധ്യമുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം പറയുമ്പോ തന്നെ നിനക്ക് വേണ്ടി മലക്കകത്ത് കയറുവാനുള്ള മീനുകളെ ദൈവം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറുതല്ല കേട്ടോ, അത് 153 എണ്ണിയെടുത്താലും വലുതാണ്. ഈ 2026 7 മാസത്തിൽ നിന്റെ മലക്കകത്ത് കയറാൻ പോകുന്ന മീൻ നിനക്ക് തോന്നി വല കയറി പോകാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇഴച്ചാണെങ്കിലും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, വല ഇഴച്ചാണെങ്കിലും യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ, ആമേൻ. അത് മാത്രമേ അത്ഭുതമായിട്ടോ ദൈവത്തിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്. ചെറുതൊന്നും അല്ല. ഹല്ലേലൂയ, ചെറുതൊന്നും അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകമാണ് 23 നമുക്ക് വായിക്കണം. ഒന്നിൽ തന്നെ പറയുന്നത് എന്താ അറിയില്ലേ? യഹോവന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. കേട്ടോ, അത് ഇനി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകും. ഒരു മുട്ടും ദൈവം നിനക്ക് വരുത്തത്തില്ല, ഒരു മുട്ടും വരുത്തത്തില്ല. ഈ 2027 നീ കടക്കുന്നതിന് മുന്നേ തന്നെ അത് ദൈവം തീർപ്പാക്കും. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരുണ്ടോ? കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് യേശുവിന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടിയുള്ള മീൻ റെഡിയായി, നീ വല റെഡിയാക്കി വെച്ചു. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. മത്തായി 11:28 അല്ലേ 30 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വാ. അഞ്ചാമത്തെ കാര്യം പറഞ്ഞത്, അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത്, യേശു എല്ലാം നമുക്ക് വേണ്ടി മുന്നേ ഒരുക്കുന്നു. അവനെല്ലാം നമുക്ക് വേണ്ടി മുന്നേ ഒരുക്കുന്നു. ഓക്കെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയാന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നിടത്ത് ശിഷ്യന്മാർ രണ്ടാമത്തെ സമയത്ത് വല്ലതും മുണ്ടിയോ? ഒരക്ഷരം ഒരു മിണ്ടിയില്ല. അവനാരും പറഞ്ഞില്ല, അപ്പൊ ഞാൻ രാത്രി മുഴുവൻ ശ്രമിച്ചിട്ട് ഒന്നും. കാരണം അവർക്കറിയാം, കർത്താവ് വീഴ്ച മാത്രം ഉണ്ടെങ്കിൽ വീഴ്ച വരയിൽ നീങ്ങിയത്. പക്ഷെ അവർക്ക് ആ ശൂന്യതയെ തിരിച്ചറിവ് വന്നു. കാരണം യേശു ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, എത്ര വരയിട്ടിട്ടും ഒരു കാര്യമില്ല. പക്ഷെ യേശു വന്നൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മകത്തിരുന്ന് നിന്റെ ജീവിതത്തിൽ നോക്കി കർത്താവിന്റെ വചനം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം ഒരു വല തന്നിട്ടുണ്ടെങ്കിൽ, ആ വലയെ നിറയ്ക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ആമേൻ പറയുമ്പോൾ ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലേ, റെവലേഷൻ ചാപ്റ്ററിലെ 3:20 പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, അത് തുറന്നു തരുന്നവന്റെ കൂടെ ഞാൻ താഴത്തിരിക്കും. ഓക്കെ, കടൽക്കരയിൽ ശിഷ്യന്മാർ പോയ ആ വാതിലേക്ക് പോരാം. 21 വായിച്ച വാക്യം, കർത്താവ് അവിടെ അവർക്ക് വേണ്ടി ഫ്രൈഡ് ഫിഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സംഭവിച്ചത്, ഇപ്പോൾ പിടിച്ച് മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. നീ വലിയ പണിയൊന്നും കൊടുക്കണം, നീ വലിയ തകർന്ന് തയ്പ്പണമായിട്ട് നീ അധ്വാനിച്ച് സമയം കളയണ്ട. പ്രാതൽ റെഡിയാണ്. നീ നീട്ടി എന്ത് ചെയ്യണം? കർത്താവ് തരുന്ന മേടിച്ച് കഴിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവ് വിശ്രമത്തിന്റെ സമയം, ആ വിശ്രമത്തിലേക്ക് നീ മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചത്ത് പണിയെടുത്ത് നീ കിടന്ന് മെനക്കെട്ട സമയം മതിയാക്കാം.
ഇനി കർത്താവ് റെഡിയാക്കുന്ന സമയമോ, ഇനി കർത്താവ് പ്രവർത്തിക്കുന്ന സമയമോ, ഹല്ലേലൂയ, കർത്താവ് ശരീരത്തിൽ കുക്ക് ചെയ്യുന്ന സമയമോ, ഹല്ലേലൂയ, അതിന് രുചിയുമുണ്ട്. ഹല്ലേലൂയ. വായിച്ചോനെ അവിടെ പറയുന്നത് പ്രാതൽ കഴിപ്പിൻ. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തരും നീ ആരെ എന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. ഒരാളും ചോദിച്ചില്ല, കാരണം അവർക്ക് മനസ്സിലായിരുന്നു കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയും വേണം. അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അനാഥരായി വിടുകയില്ല. എന്താ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അപ്പോൾ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ അനാഥരായി വിടുമോ? കാരണം കർത്താവ് മാറി നോക്കുവാണ്. നീ എന്ത് ചെയ്യും? നീ എന്ത് തീരുമാനം എടുക്കും? നീ കിടന്ന് ഇങ്ങനെ കഠിനമായി ചെയ്യണോ? നീ വിശ്വാസ കർത്താവ് എന്നെ കൊണ്ട് കൂട്ടിയെ കൊടുത്തില്ല. ദൈവമേ, അങ്ങ് പ്രവർത്തിച്ചിട്ടല്ലാതെ എനിക്ക് ഇതിന് പുറത്തു വരാൻ പറ്റത്തില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങ് എന്റെ മേൽ ശക്തി പകരണം കർത്താവേ. അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് എന്റെ മേൽ അയച്ച് എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നീ പ്രാർത്ഥിച്ചെങ്കിലേ ഉള്ളൂ. നീ റെഡിയാണോ? ഇന്നു മുതൽ തീരുമാനമെടുക്കും. നീ റെഡിയാണോ? എനിക്ക് ഈ പ്രശ്നത്തിൽ നടക്കണ്ട, എനിക്ക് ഈ ഞെരുക്കത്തിൽ ഇരിക്കണ്ട. ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് എനിക്ക് അതിന്റെ മഹത്വം കാണണം. എന്റെ യേശുവിന്റെ മഹത്വം കാണണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെയാണ് യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിച്ചത്. തിരിച്ചു വരാം. 2, 3, 4 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. അവിടെ പറയുന്നു നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പരിശോധനകൾ, നമ്മുടെ പരീക്ഷണങ്ങൾ എല്ലാം വായിച്ച് അവസാനിപ്പിക്കുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 5 പോയിന്റ് നമ്മൾ കേട്ടു അല്ലേ? ഹല്ലേലൂയ. ഒന്നുകൂടെ ഓടിച്ചു പറയാം നമുക്ക്. യേശുവില്ലാത്ത പ്രയത്നം ശൂന്യമാണ് അല്ലേ? നമ്മൾ ആദ്യത്തെ പോയിന്റ് കേട്ട കാര്യമുണ്ട്. യേശുവില്ലാത്ത പ്രയത്നം ശൂന്യമാണ്. ആദ്യത്തെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യം അല്ലേ? പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത്, ദൈവത്തിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും. ആരൊക്കെ തന്നെ കൈവടിക്കും, ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ പറയുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചില ഒരു പ്രതീക്ഷയില്ല. ഒരാളും ഇല്ലെന്നുള്ള സിറ്റുവേഷൻ വരും. അവിടെ ദൈവം പ്രവർത്തിക്കും. നീ പോയി പ്രതീക്ഷിക്കാതെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മൾ 3 കേട്ടത്. 4ാമത്തെ വിഷയം എന്തായിരുന്നു അല്ലേ? ആവശ്യങ്ങൾ വരുമ്പോ, 4ാമത്തെ പോയിന്റ് നമ്മൾ കേട്ട വിഷയം, ആവശ്യങ്ങൾ വരുമ്പോ നമുക്ക് ഏറ്റവും പ്രിയൻ ആരായിരിക്കണം? ഭർത്താവ് ഭാര്യയല്ല, യേശുവായിരിക്കും. എന്റെ മുതലാളിയല്ല. മനസ്സിലായോ? യേശുവായിരിക്കണം. എനിക്ക് ഏറ്റവും പ്രിയൻ എന്റെ യേശുവാണ്. കാരണം എനിക്ക് കഷ്ടങ്ങളിൽ മാത്രമല്ല എന്റെ കർത്താവുമാണ്, എന്റെ ആവശ്യങ്ങളിലും എനിക്ക് സഹായിക്കണം. ഹല്ലേലൂയ. ആമേൻ. 5ാമത്തെ പോയിന്റ് നമ്മൾ കേട്ട വിഷയത്തോട് ചേർക്കുകയാണെങ്കിൽ എന്താ? ദൈവം എല്ലാം നേരത്തെ തന്നെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ട അനുഗ്രഹം ദൈവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കാൻ പോകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത് അല്ലേ? ഭവനം ഞാൻ നോക്കി ഒരു ഫ്ലാറ്റ് നിനക്ക് വേണ്ടി അന്വേഷിക്കേണ്ടതാണ് കർത്താവ് പറഞ്ഞത്. നിനക്ക് അനേകം ഭവനങ്ങളും വാസസ്ഥലങ്ങളും അവിടെ ഉണ്ടെന്ന കർത്താവ്. കാരണം അതിനർത്ഥമോ എല്ലാം റെഡി. ഹല്ലേലൂയ. എല്ലാം നിങ്ങൾക്ക് ദൈവം റെഡിയാക്കി വെച്ചില്ല. നീ അതിലേക്ക് കടന്നാൽ മതി. 2027 അനുഗ്രഹം ആ 2027 ദൈവം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നീ കടന്നാൽ മതി. അത് മിസ് ചെയ്തതായോ കേട്ടോ? അത് സാമ്പത്തിക അനുഗ്രഹമാണെങ്കിൽ അതിലേക്ക് കയറിക്കോണം. അടുത്ത തവണ എന്നോട് ഒന്ന് ചോദിക്കണം. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഇവിടെ രാത്രിയാവുമ്പോൾ തിരക്കാണ്. കാർ എവിടെ ഇടാന്ന് ചോദിക്കണം. എവിടെയെങ്കിലും ഇടാൻ സൗകര്യം ഉണ്ടാവും. മനസ്സിലായോ? അത് അപ്പൊ ഞാൻ പറയും താഴെ പാർക്കിംഗ് ഉണ്ട്. എന്താണ് ഒഴിച്ചിട്ട് പാർക്കിങ്ങിന്റെ കാര്യം കേട്ടോ? നമ്മുടെ ഈ അവസ്ഥയിൽ ദൈവം മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ താഴെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഏരിയ കൊണ്ട് പാർക്ക് ചെയ്യുമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് ദൈവം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. 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 ആമേൻ. നമുക്ക് അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യാശയോടെ കർത്താവിനെ ആശ്രയിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
പ്രധാന സമിതിയിൽ നിങ്ങളുടെ ബുദ്ധിയിൽ ഓടി നടന്നുകൊണ്ട് ഒരു പ്രയോജനം കിട്ടും. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മൾ താഴ്ത്തിയിരിക്കാം. ഈ 7-ാം മാസത്തിലും ദൈവം നിന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. നീ അറിയുന്നില്ലേ? നീ പ്രശ്നത്തിൽ പ്രയാസത്തിൽ പോയിട്ടും കർത്താവ് നിന്നെ മാറ്റി നിർത്തിയിട്ടില്ല. നിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, നിന്റെ കുടുംബത്തിലെ വിഷയങ്ങളായിക്കോട്ടെ, കടബാധ്യതകളായിക്കോട്ടെ, എന്തായിരുന്നാലും പൂർണ്ണമായിട്ടൊരു തീരുമാനമെടുക്കണം. യേശുവേ, അങ്ങല്ലാതെ എനിക്കൊരു ആശ്രയമില്ല, അങ്ങല്ലാതെ എനിക്കൊരു നന്മയുമില്ല കർത്താവേ. അങ്ങ് പ്രവർത്തിച്ചിട്ടല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരത്തില്ല കർത്താവേ. ഈ സമയം ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ സകല ശുദ്ധിയും നീക്കി, സകല പാപവും നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ എന്നെ തന്നെ എന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവേ, ഞാൻ വിശ്വാസത്താൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാണ്. എന്നെ സഹായിക്കണമേ. എന്റെ പ്രശ്നങ്ങളിൽ, എന്റെ പ്രയാസങ്ങളിൽ എനിക്ക് തുണയായിരിക്കണമേ. കർത്താവേ, കേൾപ്പിച്ച വചനം എന്റെ ഉള്ളത്തിൽ ജീവനും ചൈതന്യമുള്ളതായി തീർന്നതാകയാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ ജീവിതത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ. അവിടുത്തെ മഹത്വം എടുക്കണ കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞാനും എന്റെ കുടുംബവും അങ്ങയെ സേവിക്കേണ്ടതിന് എന്നെ ബലപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ. ഞാൻ ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അങ്ങേക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. യേശുവേ, എന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ നീക്കം ചെയ്ത് എല്ലാ പ്രശ്നങ്ങളുടെ മേലും അവിടുത്തെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. അവിടുത്തെ നാമം എന്റെ ജീവിതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ ജീവിതത്തിന്റെ ഭാഗെ അങ്ങയെ സേവിക്കാനുള്ള കൃപ എന്റെ മേൽ പകരണമേ. അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. തിരുരക്തത്താൽ എന്നെ കഴുകി, എന്നെ ശുദ്ധീകരിച്ച് അവിടുത്തെ പൈതലെന്നുള്ള ദൈവ പൈതലെന്നുള്ള പദവിയിലേക്ക് എന്നെ ഉറപ്പിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ ലോകത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ സമ്പത്തെ ഉപേക്ഷിക്കുന്നു. യേശുവേ, അവിടുന്ന് മാത്രമാണ് എന്റെ യജമാനനും എന്റെ രക്ഷകനും എന്റെ ദൈവമെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും എന്റെ അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. എന്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയും. We worship you, Jesus. Oh, we worship you, Lord. Hallelujah. Hallelujah. We worship you, Lord. Hallelujah. We worship you, Jesus. Hallelujah. Oh, we worship you, Jesus. We worship you, Lord. Hallelujah. 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 Jesus, Jesus. അവിടുത്തെ ജയം കൽപ്പിക്കുവാൻ ചില സാധാരണ പ്രവൃത്തികൾ മന്ത്രവാദത്തിന്റെ ശക്തികളെ ഈ സമയം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുവാണ്. അവിടുത്തെ നാമത്തിൽ ശാസ്ത്രിച്ച് പ്രാർത്ഥിക്കുവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മന്ത്രവാദ ശക്തികളുടെ മേൽ, ചില ആഭിചാര ക്രിയകളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുവാണ്. ദൈവം ഫ്രീ ആവട്ടെ യേശുവിന്റെ നാമത്തിൽ. Enforce your victory, Lord. Hallelujah. ജയം കൽപ്പിക്കുവാണ് കർത്താവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ നാൾ ഒരു ബോക്സ് പോലെ തന്നെ ഹല്ലേലൂയ ഈ ബോക്സിന്റെ അകത്ത് ചുണ്ടുകളുടെ ഹല്ലേലൂയ കൂടി ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്താൽ കാണുവാണ്. ഹല്ലേലൂയ. Amen. ഇത് നിങ്ങൾ എപ്പോഴും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമ്മൾ കർത്താവിനോട് അറിയിച്ചു. ഇനി ദൈവം അതിൽ പ്രവർത്തിക്കുന്നത് നീ കണ്ടാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തകളുടെ മേൽ, ഈ കുറിപ്പുകളുടെ മേൽ അതിന്റെ അവസാനം നിനക്ക് എഴുതി വെക്കാനുള്ള വക ദൈവം എന്റെ കടബാധ്യതകളെ
കൊടുത്തു എന്ന് എഴുതി വെക്കാനുള്ള വക ദൈവം നമുക്ക് തരും. കർത്താവേ, ഈ സമയത്തിന് ഞങ്ങൾ നന്ദി പറയാനുള്ള കർത്താവേ, അവിടുത്തെ കരം ശക്തിയോടെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ചിന്തകളുടെ കുറിപ്പുകളുടെ കർത്താവേ, നന്ദി പറയാൻ വേണ്ടിയാണ് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഈ ബോക്സിന്റെ കാര്യങ്ങൾ നമുക്ക് പിടിച്ചിരിക്കുന്ന കർത്താവേ നന്ദി പറയാനുള്ള